ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ്. അത് ഈ നാടിന്റെ കാർഷിക വാണിജ്യ സംസ്കാരത്തിന്റെ ഒരാഘോഷം കൂടിയാണ്. ഓണം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ടുള്ള ഒത്തുചേരലും വിഭവസമൃദ്ധമായ ഓണസദ്യയുമാണ്. ഓണസദ്യയ്ക്ക് പ്രാദേശിക വകഭേദങ്ങൾ ഏറെയുണ്ടെങ്കിലും തിരുവിതാംകൂറിന്റെ പരമ്പരാഗത സദ്യവട്ടത്തിനാണ് ഏറെ പ്രചാരം. ഹിതമായ ആഹാരം ആരോഗ്യത്തെയും അഹിതമായ ആഹാരം അനാരോഗ്യത്തെയും വിളിച്ചു വരുത്തുന്നു എന്ന ആയുർവേദ തത്വത്തിൽ നിന്നുകൊണ്ട് മാത്രമേ സദ്യയുടെ ഗുണദോഷങ്ങളെ പറ്റി പറയാനാകൂ. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് ഓരോരുത്തരുടെയും ദഹന വ്യവസ്ഥയ്ക്ക് അനുസൃതമായി ഉപയോഗിക്കുന്നതാണ് ഉത്തമം. സദ്യയിൽ ആദ്യം വിളമ്പുന്ന തൊടുകറികൾ ആയുർവേദ രീതിയിൽ മധുരം, പുളി, ഉപ്പ്, എരിവ്, കയ്പ്, ചവർപ്പ് എന്നീ ഷഡ്രസങ്ങളോട് കൂടിയതും അവ നമ്മളുടെ രസനഗ്രന്ഥികളെ ഉത്തേജിപ്പിക്കുന്നതുമാണ്. പ്രമേഹ, രക്തസമ്മർദ്ദം പോലെയുള്ള ജീവിതശൈലി രോഗമുള്ളവർ സദ്യയിൽ ഉപയോഗിക്കുന്ന അരിയുടെയും ഉപ്പ്, മധുരം എന്നിവ ക്രമീകരിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പച്ചടിയും കിച്ചടിയും ഓലനും അവിയലും പുളിശ്ശേരിയും ഒക്കെ ചേരുന്ന ഓണസദ്യ സമൃദ്ധവും അതുപോലെ ദഹിക്കാൻ പ്രയാസമുള്ളതുമാണ്. അതിനാൽ ഓരോരുത്തരുടെയും ദഹന വ്യവസ്ഥയ്ക്കനുസരിച്ച് കഴിക്കുന്നതാണ് ഉത്തമം. അപ്പോൾ ഈ വർഷത്തെ ഓണസദ്യയും ആഘോഷിച്ച് ആസ്വദിച്ച് കഴിക്കാൻ സാധിക്കട്ടെ. ഏവർക്കും AVCRI യുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.